ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ലിപ് ബാം ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് എന്താ വേണ്ടതെന്നറിയോ? ഒരു ബീട്രൂട്ടാണേ. ബീട്രൂട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് കൊണ്ട് ഒരു ലിപ് ബാം ഉണ്ടാക്കാം. നല്ല നാച്ചുറൽ ലിപ് ബാം. കുട്ടികളുടെ ചുണ്ടിനൊക്കെ നല്ല കളർ കിട്ടാനും അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും ഇടാനും പറ്റിയ ഒരു ലിപ് ബാമാണ് തയ്യാറാക്കുന്നത്. നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് ഈ ബീട്രൂട്ട് അതിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചെടുത്ത നമ്മുടെ ബീട്രൂട്ട് നമുക്കൊരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്ത് നമുക്കതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ചെറിയ ഒരു ചീനച്ചട്ടിയോ തവിയോ എടുത്ത് അതിലേക്കിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിൽ ബീട്രൂട്ടിൻ്റെ നീരൊന്ന് വറ്റിച്ചെടുക്കാൻ. നല്ല കട്ടിയായിട്ട് വരും. കട്ടിയായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാസ്ലിൻ ഇട്ട് കൊടുക്കാം. വാസ്ലിൻ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വാസ്ലിൻ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു ലിപ് ബാമിൻ്റെ ഡപ്പിയോ വേറെ വല്ല ഡപ്പിയോ ചെറിയതെടുത്ത് നമുക്കിതിൽ നിറച്ച് വെക്കാം. മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ ചുണ്ടിൽ ഉപയോഗിക്കാനും പുറത്ത് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാനും പറ്റിയ ഒരു സൂപ്പർ ലിപ് ബാമാണിത്. നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. എൻ്റെ മകൾ എടുത്തിട്ട് ഈ ലിപ് ബാം ഇത്രയും ആയി കഴിഞ്ഞു. അവളെന്നും ഇത് ഇട്ടിട്ടാണ് സ്കൂളിലൊക്കെ പോവാറ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും തീർന്നു കഴിഞ്ഞത്. നല്ല കളറ് കിട്ടുന്ന ഒരു ലിപ് ബാമാണ്. വേനൽക്കാലത്ത് നമ്മുടെ ചുണ്ടൊക്കെ വരണ്ട് പൊട്ടില്ലേ, അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനും നമ്മൾക്ക് പറ്റിയ ഒരു ലിപ് ബാമാണിത്. നിങ്ങൾ ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ടിതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കമൻറ്റും ഷെയറും ചെയ്യണേ.